സൂറത്തു സജ്ദ ലഘുപഠനം ഓഡിയോ നമ്പർ 1. ആദ്യം ആയത്തുകൾ 1 മുതൽ 11 വരെ നോക്കാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. അം യഖൂലൂന ഇഫ്തറാഹ് ബൽ ഹുവൽ ഹഖ് മിർ റബ്ബിക لتنذر قوما ما أتاهم من نذير من قبلك لعلهم يهتدون. الله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش. ما لكم من دونه من ولي ولا شفيع أفلا تتذكرون. يدبر الأمر من السماء إلى الأرض ثم يعرج إليه في يوم كان مقداره 1000 سنة مما تعدون. ذلك عالم الغيب والشهادة العزيز الرحيم الذي أحسن كل شيء خلقه وبدأ خلق الإنسان من طين ثم جعل نسله من سلالة من ماء مهين ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. وقالوا وإذا ضللنا في الأرض أئنا لفي خلق جديد بل هم بلقاء ربهم كافرون. قل يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون. بسم الله الرحمن الرحيم. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു. കരുണാവാരിധിയായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. അലിഫ് ലാം മീം. ഇത് നേരത്തെ പറഞ്ഞതാണ്. ചില സൂറത്തുകളുടെ തുടക്കത്തിലുള്ള ചില അക്ഷരങ്ങൾ അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശ്യം എന്തെന്ന് അള്ളാഹു ആലം. തൻസീലുൽ കിതാബി, അൽ കിതാബിൻ്റെ വിശുദ്ധ വേദഗ്രന്ഥത്തിൻ്റെ വിശുദ്ധ ഖുർആൻ്റെ അവതരണം. ലാ റൈബ ഫീഹി, അതിൽ സംശയമേ ഇല്ല. മിർ റബ്ബിൽ ആലമീൻ, ലോകനാഥനിൽ നിന്ന്. അപ്പോൾ വിശുദ്ധ ഖുർആൻ അവതരിച്ചത് ലോകനാഥനിൽ നിന്നാണ്, ലോകരക്ഷിതാവിൽ നിന്നാണ്, അള്ളാഹുവിങ്കിൽ നിന്നാണ്. അതിൽ യാതൊരു സംശയവും ഇല്ല. അം യഖൂലൂന, അവർ പറയുകയാണോ, സത്യനിഷേധികൾ പറയുകയാണോ, ഇഫ്തറാഹു, അതിനെ അവൻ, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിച്ചമച്ചു എന്ന് അവർ പറയുകയാണോ, ഇവൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്ന്. ബൽ, പക്ഷേ, ഹുവൽ ഹഖ്, അത് സത്യമാണ്. മിർ റബ്ബിക, താങ്കളുടെ റബ്ബിങ്കിൽ നിന്നുള്ള, അള്ളാഹുവിങ്കിൽ നിന്നുള്ള സത്യവേദമാണിത്. ലിതുൻദിറ, മുന്നറിയിപ്പ് നൽകുന്നതിന്, ഖൗമൻ, ഒരു സമൂഹത്തെ, മാ അതാഹും, അവർക്ക് വന്നെത്തിയിട്ടില്ല, മിൻ നദീരിൻ, ഒരു മുന്നറിയിപ്പുകാരൻ, മിൻ ഖബലിക, താങ്കൾക്ക് മുന്നേ. ഇപ്പോൾ താങ്കൾക്ക് മുന്നേ ഒരു മുന്നറിയിപ്പുകാരൻ, ഒരു പ്രവാചകൻ, ഒരു നബി വന്നിട്ടില്ലാത്ത ഒരു സമൂഹത്തെ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി താങ്കളുടെ റബ്ബിങ്കിൽ നിന്ന് സത്യമായി അവതരിപ്പിച്ചതാണ്
ഈ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ. ലഅല്ലഹും യഹ്തദൂൻ, അവർക്ക് സന്മാർഗം സിദ്ധിച്ചേക്കാം, ഇത് പിന്തുടർന്നാൽ അവർക്ക് സന്മാർഗം ലഭിക്കും എന്നർത്ഥം. ഇവിടെ മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ലാത്ത സമൂഹം എന്ന് പറഞ്ഞത് മക്കയിലെ അറബികളെക്കുറിച്ചാണ്. അവർക്ക് കുറേ കാലമായിട്ട് നബിമാർ വന്നിട്ടില്ല ആ സമൂഹത്തിൽ എന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അവർക്ക് മാത്രമുള്ളതല്ല വിശുദ്ധ ഖുർആൻ, എന്നാലും പ്രഥമ സംബോധിതർ അവരായിരുന്നല്ലോ. അതുകൊണ്ട് അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ വമാ ബൈനഹുമാ, അല്ലാഹു അല്ലദീ എങ്ങനെയുള്ളവനാണ് അവൻ, ഖലഖ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു, അസ്സമാവാതി ആകാശങ്ങളെ, വൽ അർദ ഭൂമിയെയും, വമാ ബൈനഹുമാ അത് രണ്ടിൻ്റെയും ഇടയിലുള്ളതിനെയും, ഫീ സിത്തത്തി അയ്യാമിൻ 6 ദിവസങ്ങളിലായി. ഇവിടെ 6 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ കണക്കാക്കുന്ന 6 ദിവസം ആവാൻ ഏതാനും സാധ്യത ഇല്ല. കാരണം ഭൂമി അത് ദിവസം കണക്കാക്കുന്നത് അതിൻ്റെ ഭ്രമണ പരിക്രമങ്ങളൊക്കെ ഭ്രമണം ആശ്രയിച്ചാണല്ലോ, റൊട്ടേഷനൊക്കെ ആശ്രയിച്ചാണല്ലോ സൂര്യനെ ചുറ്റുമുള്ള. അപ്പോൾ അതിൻ്റെയൊക്കെ മുൻപാണല്ലോ ഇത് സൃഷ്ടിക്കുന്നത്. അത് അള്ളാഹുവിനറിയാം. അവിടെ അയ്യാമു എന്നാൽ ഉദ്ദേശിക്കുന്ന ആ സമയപരിധി. സുമ്മസ്തവ അലൽ അർഷ്, പിന്നെ അർഷിന് മേൽ അവൻ ആസനസ്ഥനായി. മാലക്കും മിൻ ദൂനിഹി, അവനെ കൂടാതെ നിങ്ങൾക്ക് ഇല്ല, മിൻ വലിയൻ ഒരു സഹായം ഇല്ല, വലാ ഷഫീഇൻ ഒരു ശുപാർശകനും ഇല്ല. അപ്പോൾ ചില ശുപാർശകരുണ്ട്, പക്ഷെ അതെന്താണ്, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ ആ ശുപാർശകർക്ക് ശുപാർശ ചെയ്യാനുള്ള അധികാരമുള്ളൂ. പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും നബി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ശുപാർശ ചെയ്യാനോ സാധിക്കുകയില്ല. അള്ളാഹു അനുമതി കൊടുക്കുന്നത് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് മാത്രം ശുപാർശ ചെയ്യാൻ വേണ്ടിയാണ്. അഫലാ തതദക്കറൂൻ, നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ എന്ന്. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദി, യുദബ്ബിറു അവൻ വ്യവസ്ഥ ചെയ്യുന്നു, അൽ അംറ കാര്യത്തെ അല്ലെങ്കിൽ കാര്യം നിയന്ത്രിക്കുന്നു, മിനസ്സമായി ആകാശത്തിൽ നിന്ന് ഇലൽ അർദി ഭൂമിയിലേക്ക്, ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കാര്യങ്ങളെ വ്യവസ്ഥ ചെയ്യുന്നു അവൻ. സുമ്മ പിന്നീട് യഉറുജു ഇലൈഹി അവനിലേക്ക് കയറി ചെല്ലുന്നു, ഫീ യൗമിൻ ഒരു ദിവസത്തിൽ, കാന മിഖ്ദാറുഹു അതിൻ്റെ കണക്ക് അൽഫ സനത്തിൻ മിമ്മാ തഉദൂൻ നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന 1000 വർഷമാണ്. മറ്റൊരിടത്ത് 50,000 വർഷം എന്ന് കാണാം. ഏതായാലും അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അതിൻ്റെ ദൈർഘ്യമാണ്. നമ്മൾ കണക്കാക്കുന്ന ദിവസത്തിൽ നിന്ന് എത്രയോ സുദീർഘമായ കാലയളവുള്ള ഒരു ദിവസമാണ് അള്ളാഹു അവിടെ കണക്കാക്കുന്ന പരലോകത്തെ ദിവസം എന്നത്, ഖിയാമത്തിൻ്റെ ദിവസം. അപ്പോൾ ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ ലോകം മൊത്തം നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലം. എന്നാൽ മലക്കുകളെക്കുറിച്ച് മുദബ്ബിറാത്ത് എന്ന് വന്നിട്ടുണ്ട്, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ എന്ന്. അത് അള്ളാഹു ഏൽപ്പിക്കുന്ന ഡ്യൂട്ടീസ്, ആ ഏൽപ്പിക്കപ്പെടുന്ന മലക്കുകൾ അത് ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ മാത്രമാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു മലക്കിനെക്കുറിച്ചോ ഒരു വലിയനെക്കുറിച്ചോ ഒരു നബിയെക്കുറിച്ചോ മുദബ്ബിറുൽ ആലം ലോകം നിയന്ത്രിക്കുന്നവൻ എന്ന് പറയാവതല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം ആണ്. ذلك عالم الغيب والشهادة العزيز الرحيم. ذلك അവൻ ആലിമുൽ ഗൈബി, ഗൈബ് അദൃശ്യം അറിയുന്നവരാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് അദൃശ്യം എന്ന സംഗതി ഇല്ല, നമ്മെ സംബന്ധിച്ചാണ് അത് അദൃശ്യം. വശഹാദത്തി ദൃശ്യവും, അൽ അസീസു പ്രതാപശാലിയാണ്, അർ റഹീം കരുണാവാരിധിയുമാണ്. അപ്പോൾ അള്ളാഹു ദൃശ്യവും അദൃശ്യവും സകലതും അറിയുന്ന പ്രതാപശാലിയും കരുണാവാരിധിയുമായ അവനാണ്. അല്ലദീ എങ്ങനെയുള്ളവൻ, അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു, അഹ്സന നന്നാക്കി, കുല്ല ഷൈഇൻ എല്ലാ വസ്തുവിനെയും, ഖലഖഹു അവൻ പടച്ചിട്ടുള്ള, അവൻ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാത്തിനെയും നന്നായി പടച്ചു, നന്നായി സൃഷ്ടിച്ചു. വബദഅ അവൻ തുടങ്ങുകയും ചെയ്തു, ഖൽഖൽ ഇൻസാനി മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്, മിൻ തീൻ കളിമണ്ണിൽ നിന്ന്. ഇവിടെ 2 തരം ഖിറാഅത്തുണ്ട്. അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു എന്നോ അല്ലെങ്കിൽ അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖൽഖഹു എന്നോ ആവാം. ഖലഖഹു അല്ലെങ്കിൽ ഖൽഖഹു. അപ്പോൾ അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ
എല്ലാ വസ്തുവിനെയും അവൻ നന്നാക്കി. ഖൽഖഹു അതിൻ്റെ സൃഷ്ടിപ്പിനെ നന്നാക്കി, നല്ല രീതിയിൽ പടച്ചു എന്നർത്ഥം വരും. ഇനി അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ, എല്ലാ വസ്തുവിനെയും നന്നാക്കിയവൻ. ഖലഖഹു അവൻ സൃഷ്ടിച്ചിട്ടുള്ളതായ എല്ലാത്തിനെയും നന്നാക്കിയവൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും നല്ല നിലയിൽ പടച്ചവൻ എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചത് ത്വീൻ, കളിമണ്ണിൽ നിന്നാണ്, വെള്ളം കലർന്ന കളിമണ്ണിൽ നിന്നാണ്. പിന്നെ സുമ്മ ജഅല നസ്ലഹു, പിന്നെ അവൻ്റെ സന്തതികളെ ആക്കി. മിൻ സുലാലത്തിൻ, ഒരു സത്തിൽ നിന്ന്, മിൻ മാഇൻ ലിക്വിഡിനാലുള്ള ദ്രാവകത്താലുള്ള ഒരു സത്തിൽ നിന്ന്, അതായത് ഇന്ദ്രിയത്തിൽ നിന്ന് തുടർന്ന് സന്തതികളുണ്ടായിരുന്നു. ആദ്യം ആദം അലൈഹി സ്വലാമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. ആദം അലൈഹി സ്വലാമിൽ നിന്ന് ഹവ്വായെ സൃഷ്ടിച്ചു, അല്ലാഹു അൻഹുമ. പിന്നീട് അവർ രണ്ടുപേരും ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെ മനുഷ്യകുലം ഇവിടെ രൂപപ്പെട്ടു. അതാണ് എന്താണ് മഹീൻ. മഹീൻ എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു ദ്രാവകത്തിൽ നിന്ന്, അതിൻ്റെ സത്തിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്. അപ്പോൾ പുരുഷൻ്റെ സ്പേം, ബീജവും സ്ത്രീയുടെ അണ്ഡം, ഓവം തമ്മിൽ സംയോജിച്ച് സൈക്കോട്ട് സിക്താണ്ടുണ്ടായി. അത് പിന്നീട് പല ഡെവലപ്മെൻറ്റ് കഴിഞ്ഞാണ് ഒരു ശിശുവായി രൂപാന്തരപ്പെടുന്നത് ഗർഭപാത്രത്തിൽ. പിന്നീട് പ്രസവം നടക്കുന്നു, അങ്ങനെ കുഞ്ഞുണ്ടാകുന്നു. അപ്പോൾ ഈ വഴിക്ക്, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഒരു ലിക്വിഡാണ് എന്നതാണ്. സുമ്മ സവ്വാഹു, പിന്നെ അതിനെ അവൻ ശരിപ്പെടുത്തി, ചൊവ്വാക്കി. വനഫഖ ഫീഹി, അതിൽ ഊതുകയും ചെയ്തു. നാലാം മാസത്തിൽ റൂഹ് മിൻ റൂഹിഹി, മിൻ റൂഹിഹി, മിൻ റൂഹിഹി, അവൻ്റെ റൂഹിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അംശം അതിൽ ഉണ്ട് എന്നതല്ല, എല്ലാം അള്ളാഹുവിൻ്റെതാണ്. ഇവിടെ റൂഹിനെ സംബന്ധിച്ച് മനുഷ്യന് ഒന്നും അറിയില്ല കൃത്യമായിട്ട്. യസ്അലൂനക അനി റൂഹ്, റൂഹിനെ കുറിച്ച് അവർ താങ്കളോട് ചോദിക്കും. ഖുൽ റൂഹ് മിൻ അംരി റബ്ബി, റൂഹ് എന്നത് എൻ്റെ റബ്ബിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ് എന്നാണ്. അതല്ലാതെ എല്ലാ മനുഷ്യരും അള്ളാഹുവിൻ്റെ അംശമുള്ളവരാണ് എന്ന് ഇതിനർത്ഥമല്ല. അപ്പോൾ ദിവ്യാംശമുണ്ട്, മനുഷ്യരൊക്കെ ദൈവങ്ങളാണ് എന്ന ആശയം ഇസ്ലാമികമല്ല, അത് ബഹുദൈവ വിശ്വാസമാണ്. ഇവിടെ റൂഹ് എന്നത് സ്പെഷ്യലായിട്ട് അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞു എന്ന് മാത്രം. വജഅല ലക്കും, നിങ്ങൾക്ക് അവൻ ആക്കുകയും ചെയ്തു, അസ്സംഅ കേൾവിയെ, വൽ അബ്സ്വാറ കാഴ്ചകളെയും, വൽ അഫ്ഇദത ഹൃദയങ്ങളെയും, ഖലീലൻ മാ തഷ്കുറൂൻ എന്നിട്ട് നിങ്ങൾ കുറച്ച് മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ എന്നാണ്. വഖാലു അഇദാ ളലൽനാ ഫിൽ അർദി, വഖാലു അവർ പറഞ്ഞു, സത്യനിഷേധികൾ പറഞ്ഞു, അഇദാ ളലൽനാ ഫിൽ അർദി, ഞങ്ങൾ ഭൂമിയിൽ പാഴായിപ്പോയാൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മരിച്ച് മണ്ണോട് ചേർന്ന് ജീർണിച്ചു പോയാൽ, ഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്, ഞങ്ങൾ പുതിയൊരു സൃഷ്ടിപ്പിൽ ആവുകയോ, വീണ്ടും ഞങ്ങളെ സൃഷ്ടിച്ച് ഒരു പുതിയ സൃഷ്ടിയാവുകയും, അങ്ങനെ പുനർജന്മവും ഞങ്ങൾക്ക് വിശ്വാസമല്ല. ബൽ എന്നല്ല, ഹും അവർ ആ സത്യനിഷേധികൾ, ബിലിഖാഇ റബ്ബിഹിം കാഫിറൂൻ അവരുടെ റബ്ബിനെ കണ്ടുമുട്ടും എന്ന കാര്യം അതുപോലും നിഷേധിക്കുന്നവരാണ് എന്നതാണ്. ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദീ ഉക്കില ബിക്കും സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. ഖുൽ നബിയെ പറയാം, യതവഫാകും നിങ്ങളെ അവൻ പൂർണ്ണമായിട്ടെടുക്കും, അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ടെടുക്കും, മലക്കുൽ മൗത്ത് മരണത്തിൻ്റെ മലാഖ, അല്ലദീ എങ്ങനെയുള്ള ഉക്കിലബിക്കും നിങ്ങളെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള, നിങ്ങളുടെ റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ടുള്ള മരണത്തിൻ്റെ മലാഖ മലക്കുൽ മൗത്ത് നിങ്ങളെ പൂർണ്ണമായിട്ടെടുക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം മരിപ്പിക്കും എന്നതാണ്. സുമ്മ പിന്നീട് ഇലാ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിങ്കിലേക്ക് തുർജഊൻ നിങ്ങൾ മടക്കപ്പെടുന്നവരാണ് എന്ന്.